നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയി ഒരേ ലൂപ്പിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരേ പ്രശ്നങ്ങൾ, ഒരേ ടെൻഷനുകൾ. എന്നാൽ വെറും 7 ദിവസം കൊണ്ട് ഈയൊരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വഴിയുണ്ടെങ്കിലോ? നിങ്ങളുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ റിയാലിറ്റി തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു രഹസ്യമാണിത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ മാറ്റത്തിന്റെ താക്കോൽ എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ചിന്തകളിൽ. പക്ഷെ പലപ്പോഴും ആ ചിന്തകൾ തന്നെയാണ് നമ്മളെ ഒരു തടവറയിലാക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മാറാത്തതെന്നറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകളുടെ ഈ ഒരു ജയിലിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഇതെന്ന് ആലോചിച്ചു നോക്കിക്കേ. ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിലൂടെ 60,000-ലധികം ചിന്തകളാണ് കടന്നുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോൺ സ്റ്റോപ്പ് ന്യൂസ് ഫീഡ് പോലെ. പക്ഷേ ഇവിടെ പ്രശ്നം ആ എണ്ണമല്ല കേട്ടോ. അതിലും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ആ 60,000 ചിന്തകളിൽ 95% ഇന്നലെ നിങ്ങൾ ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ നിങ്ങളെ വിഷമിപ്പിച്ച അതേ പേടി, അതേ സംശയം, അതേ പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഓരോ പുതിയ ദിവസവും ജീവിക്കുന്നത് പഴയ ചിന്തകളുടെ തടവറയിലാണ്, ഒരു ക്ലോസ്ഡ് സർക്കിൾ പോലെ. അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? സിമ്പിളാണ്. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണോ സ്റ്റക്കായിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതവും അവിടെ തന്നെ സ്റ്റക്കായിരിക്കും. പഴയ ചിന്തകൾ പഴയ ജീവിതം തന്നെ തരും. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. ഈ തടവറ നമുക്ക് പൊളിച്ചു പുറത്തുവരാൻ പറ്റും. ഇനി നമ്മൾ ആ രഹസ്യത്തിലേക്ക് വരുവാണ്. വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ, ആ പഴയ ചിന്തകളുടെ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ചാലഞ്ച്. ഇതിനെയാണ് 7 ദിവസത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിനെ ഒറ്റ വാചകത്തിൽ ഒതുക്കുക. എന്നിട്ട് തുടർച്ചയായ 7 ദിവസം, ഒരു ദിവസം പോലും മുടങ്ങാതെ 100 തവണ അത് ആവർത്തിക്കുക. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈ വാക്കുകളുടെ ആവർത്തനത്തിന് നിങ്ങളുടെ റിയാലിറ്റി തന്നെ മാറ്റിയെഴുതാനുള്ളൊരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് തുടങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആദ്യത്തെ 1-2 ദിവസം ഇതൊരു ഗെയിം പോലെ തോന്നും. പക്ഷെ 3-ാം ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും. പതിയെ പതിയെ ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ ചുറ്റും നടക്കാൻ തുടങ്ങും. 5-ാം ദിവസമാകുമ്പോഴേക്ക് പഴയ പേടിയും സംശയങ്ങളുമൊക്കെ മാഞ്ഞു പോകുന്നത് കാണാം. പിന്നെ പുതിയ അവസരങ്ങൾ കൺമുന്നിൽ വരും. 7-ാം ദിവസം ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന ഒരു മിറാക്കിൾ നിങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചിരിക്കും. പക്ഷേ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? വെറുതെ കുറച്ച് വാക്കുകൾ പറഞ്ഞാൽ ജീവിതം മാറുമോ? ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. പ്രപഞ്ചം നമ്മുടെ വാക്കുകളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നിങ്ങളൊരു വാക്ക് ആവർത്തിക്കുമ്പോൾ അതൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ വൈബ്രേഷൻ പതിയെ എനർജിയായി മാറും. ആ എനർജി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അവിടെയുള്ള പഴയ നെഗറ്റീവ് ചിന്തകളെ അത് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യും. ആ പുതിയ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് പുതിയൊരു റിയാലിറ്റി തരുന്നത്. പ്രപഞ്ചം ശരിക്കും പറഞ്ഞാൽ ഒരു യെസ് മാനാണ്. നിങ്ങൾ എന്ത് ഫ്രീക്വൻസിയാണോ പുറത്തേക്ക് വിടുന്നത് അതിനോട് ശരി എന്ന് മാത്രമേ അത് പറയൂ. എന്റെ കയ്യിൽ കാശില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം പറയും ശരി, അങ്ങനെ തന്നെ. എന്നാൽ പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം പറയും ശരി, അതിനുള്ള വഴി ഞാൻ തുറന്നു തരാം. കമാൻഡ് കൊടുക്കേണ്ടത് നമ്മളാണ്. ഇതൊരു വെറും തിയറിയല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളുണ്ട്. പ്രശസ്തനായ ബോബ് പ്രോക്ടറുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നൊരു സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വന്നു. ബോബ് പ്രോക്ടർ അവരോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴും പറയുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ്? അവരുടെ മറുപടി എന്തായിരുന്നെന്നോ? എത്ര പണം കിട്ടിയാലും അത് കയ്യിൽ നിൽക്കില്ല. നോക്കൂ, ആ ഒരൊറ്റ ചിന്ത, അതായിരുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിന് ബോബ് പ്രോക്ടർ കൊടുത്ത സൊല്യൂഷൻ എന്താണെന്നോ? നമ്മളിപ്പോൾ സംസാരിച്ച അതേ 7 ദിവസത്തെ ടെക്നിക്ക്. അദ്ദേഹം പറഞ്ഞു, എല്ലാ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പണം എന്നെ സ്നേഹിക്കുന്നു, പണം എന്റെ അടുക്കൽ വരുന്നു, അതെന്റെ അടുത്ത് നിലനിൽക്കുന്നു എന്ന് 100 തവണ ആവർത്തിക്കുക. അതിന്റെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. 7 ദിവസം കൊണ്ട് അവരുടെ ചിന്താഗതി മാറിത്തുടങ്ങി. എവിടെ നിന്നോ പ്രതീക്ഷിക്കാതെ ഒരാൾ പഴയ കടം തിരികെ കൊടുത്തു. പുതിയ ബിസിനസ് ഡീലുകൾ വരാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ആകെ മാറി. തുടക്കം ആ ഒരൊറ്റ വാചകത്തിൽ നിന്നായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ടെക്നിക്ക് ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ ഇതിന്റെ എഫക്റ്റ് ഇരട്ടിയാക്കാൻ, അല്ല, ഒരു 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ 3 വഴികൾ കൂടിയുണ്ട്. നിങ്ങളുടെ വാക്കുകളെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? ഇതാണ് ആ 3 വഴികൾ. എഴുതുക, വികാരം ചേർക്കുക, പിന്നെ നന്ദി പറയുക.
ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ്, ശരീരം, പിന്നെ പ്രപഞ്ചം ഇവ 3ഉം ഒരേ ലൈനിൽ വരും. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് എഴുതുന്നതിന്റെ ശക്തി. വെറുതെ മനസ്സിൽ പറയുന്നതിനേക്കാൾ 10 ഇരട്ടി എഫക്റ്റാണ് എഴുതുമ്പോൾ. കാരണം നിങ്ങളുടെ മനസ്സ്, കണ്ണ്, കൈ ഇതെല്ലാം ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുവാണ്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ഷോർട്ട്കട്ടാണ്. രണ്ടാമത്തത് വികാരം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നിക്കിന്റെ പെട്രോൾ. വികാരമില്ലാത്ത വാക്കുകൾക്ക് ജീവനുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ആ ഫീലിംഗ്, ആ സന്തോഷം, ആ ആവേശം? ആ ഫീലിംഗോടുകൂടി വേണം ഓരോ വാക്കും പറയാൻ. ആ വൈബ്രേഷനാണ് പ്രപഞ്ചത്തിന് മനസ്സിലാവുന്നത്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റാണ്. അത് കൂടുതൽ നല്ല കാര്യങ്ങളെ വലിച്ചെടുപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ അതിന് നന്ദി പറയുമ്പോൾ കിട്ടുമോ എന്ന സംശയത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു എന്ന ഉറപ്പിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറും. ബോബ് പ്രോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസവും ഭയവും രണ്ടും കണ്ണിന് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഏതിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ജീവിതം. ഈ 7 ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വിശ്വാസമാണ്, സംശയമല്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം? നിങ്ങൾ കാത്തിരുന്ന ആ 7 ദിവസത്തെ ആക്ഷൻ പ്ലാൻ ഇതാ. നിങ്ങളുടെ വിധി മാറ്റിയെഴുതാനുള്ള സ്റ്റെപ്പുകൾ. പ്ലാൻ വളരെ സിമ്പിളാണ്. രാവിലെ എഴുന്നേറ്റുടനെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വാചകം 100 തവണ പറയുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 100 തവണ എഴുതുക. ഒപ്പം പറയുകയും വേണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്താണെന്നോ? ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ കിങ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ വെറും വാക്കുകളല്ല, അതൊരു കമാൻഡാണ്. ശരിയായ വാക്കുകൾ ശരിയായ രീതിയിൽ, അതായത് ഫീലിംഗോടും നന്ദിയോടും കൂടി നിങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോ അവസാനമായി എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ആ അത്ഭുതം സ്വന്തമാക്കാൻ ഈ 7 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീരുമാനം നിങ്ങളുടേതാണ്.